ഹായ് മച്ചാമാരെ, എല്ലാവരും KL43 ടെക് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കണത് അടിപ്പിനൊരു സ്വിച്ച് ബോർഡാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയാലും നമുക്കിത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്വിച്ച് ബോർഡാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് ബോർഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. മച്ചാമാരെ, നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോഡിയാണ് കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ നീളത്തിലും 10 സെൻറ്റിമീറ്റർ വീതിയിലും ഞാനൊരു മൾട്ടിവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതേപോലത്തെ ബ്ലേഡ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഉണ്ടാക്കാൻ ആവശ്യമായ മൾട്ടിവുഡ് ഞാൻ ഇതേവരെ അളവെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ മച്ചാമാരെ, നമുക്ക് ഇതേപോലെ ഫ്ലെക്സ് ക്വിക്ക് പശ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബോഡി നമുക്ക് സൈഡായിട്ട് ഒട്ടിച്ച് വെക്കാമേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ബോക്സ് പോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പശയൊക്കെ ഇട്ട് ഒട്ടിച്ച് നമ്മുടെ ബോഡി അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതേ ഒരു ബ്ലേഡും സ്കെയിലും ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം കേട്ടോ. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബോഡി ഇതേപോലെ തന്നെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് സൈഡൊക്കെ ഇതേപോലെ തന്നെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ എഡ്ജൊക്കെ ഇതേപോലെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വാട്ടർ പേപ്പർ ഒഴിച്ചൊന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ബോഡിയുടെ ഔട്ടർ കവർ ഇതേപോലെ സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പ് കവർ. അപ്പോൾ നമുക്കിതിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഹോൾ ചെയ്തെടുക്കാം. ഈ ബോർഡിലേക്ക് നമുക്കിത് ഇതുപോലൊരു സോക്കറ്റും ഇതുപോലൊരു സ്വിച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജ് അറിയാൻ വേണ്ടി ഇതിൽ ബാറ്ററി ഇൻഡിക്കേഷൻ മൊഡ്യൂളുണ്ട്, അതും സെറ്റ് ചെയ്യണം. അതുപോലെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയ സ്വിച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള ഹോളൊക്കെ ഉണ്ട്, അത് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ സ്വിച്ച് സെറ്റ് ചെയ്യാനുള്ള അളവിന് വേണ്ടിയിട്ട് എല്ലാം മാർക്ക് ചെയ്തെടുത്തുണ്ട് കേട്ടോ. നമുക്ക് അപ്പോൾ ഇതിന് എല്ലാം കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ അതേ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മച്ചാമാരെ, നമുക്കിത് നമ്മുടെ ബോഡി റെഡി ആക്കേണ്ടത് ബോർഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വയറിങ് ചെയ്യാണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനം കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 12 വോൾട്ട് ബാറ്ററി പാക്ക് വേണം. അത് നമുക്ക് നേരത്തെ ഒരു ബാറ്ററി പാക്ക് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇതിന് പൊളിച്ചിട്ടാണ് ഈ ബാറ്ററി പാക്ക് അങ്ങനെ തന്നെ ഇരുപത് സെറ്റ് ചെയ്യാൻ പോകണേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പാക്ക് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയും ഇതേപോലെ ടെർമിനലും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത ബോർഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഊരി മാറ്റാം ഓരോന്നായിട്ട്. അപ്പോൾ അതേ ഒരു സോൾഡറിങ് ആണ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഡീസോൾഡർ ചെയ്തെടുക്കാമേ. ഈ 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ കാണുന്ന ബോർഡിലേക്ക് നമുക്കിത് ഈ ഒരു 3 ഐറ്റം കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ജമ്പർ ജാക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്വിച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഈ ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചാർജിങ് സോക്കറ്റും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ അയച്ച 12 വോൾട്ട് ബാറ്ററി പാക്കിൽ നിന്ന് തന്നെ അഴിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ പോർട്ടും ബാക്കി മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വയറിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിത് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇത് ഓണാക്കുക, ബാറ്ററിയുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ ബാറ്ററി പാക്കിൽ നിന്നുള്ള സപ്ലൈ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടെർമിനലിലേക്കുള്ള സപ്ലൈയും ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 വയർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂ നമുക്ക് നെഗറ്റീവായിട്ടും റെഡ് പോസിറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ നമുക്കിത് സ്വിച്ചിൻ്റെ ഓരോ പോയിന്റിലേക്ക് നമുക്ക് പോസിറ്റീവ് കൊടുക്കാം കേട്ടോ. 2 സ്വിച്ചിൻ്റെ ഓരോ പോയിന്റിലേക്ക് നമുക്ക് റെഡ് വയർ ജോയിൻ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമുക്കിത് ഇവിടെ പോസിറ്റീവായിട്ട് ഓരോ സ്വിച്ചിൻ്റെ ഓരോ പോയിന്റിലോട്ട് നമുക്ക് ഇത് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് ഒരു വയർ ഉപയോഗിച്ച് നമുക്ക് സ്വിച്ചിലേക്കും ഇതിലേക്കും ഒരു പോസിറ്റീവ് ലൈൻ കൊടുക്കാമേ. അപ്പം നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ജമ്പർ ജാക്കിൻ്റെ ഒരു പോയിന്റിലേക്ക് ഇതേവരെ നമ്മൾ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വയർ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ വയർ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാമേ.
അപ്പം നമ്മുടെ പോസിറ്റീവ് വയർ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ ഈ വയർ നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള വയറാണ് കേട്ടോ. ബാറ്ററി എന്നുള്ള ഔട്ട്പുട്ടാണ് ഇത്. നമ്മുടെ ചാർജിങ് ബോർഡിൻ്റെ വയർ നമുക്ക് ഡീസോൾഡർ ചെയ്ത് കളയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കളർ കോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് സ്യൂട്ടായിട്ടുള്ള കളർ കോഡ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ചാർജിങ് ബോർഡിൻ്റെ ചെറിയ പിന്ന് പോസിറ്റീവും വലിയ പിന്ന് നെഗറ്റീവും ആണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം കണക്ട് ചെയ്ത വയർ നമുക്ക് ഈ ചെറിയ പിന്നിലോട്ട് പോസിറ്റീവ് ലൈനായിട്ട് കൊടുക്കാമേ. നമ്മുടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അകത്ത് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഒരു യെല്ലോ വയറും ബ്ലൂ വയറും നെഗറ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാറ്ററി ഇൻഡിക്കേഷൻ മോഡ്യൂളിൻ്റെ പോസിറ്റീവ് വയർ നമുക്ക് മറ്റേ സ്വിച്ചിൻ്റെ ലെഗിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് സൈഡിലേക്കുള്ള കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെഗറ്റീവ് സൈഡ് കണക്ട് ചെയ്യാം. ബാറ്ററി ഇൻഡിക്കേഷൻ മോഡ്യൂളിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് ബ്ലൂ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബ്ലൂ നമുക്ക് ഇത് നമ്മുടെ നെഗറ്റീവ് പോയിന്റിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ടിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാമേ. നമ്മുടെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വിച്ച് വഴി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സ്വിച്ച് വഴി ഇതിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിത് ബാറ്ററി പാക്കിലേക്ക് കൊടുക്കാനുള്ള ലൈനാണ് കേട്ടോ, പോസിറ്റീവ് നെഗറ്റീവ്. ഇനി ഇവിടെ ഒരു 150 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിനി ഇൻവെർട്ടർ ബോർഡാണ് എടുക്കുന്നത്. ഇതിൽ ഔട്ട്പുട്ട് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്താണ് നമുക്ക് 220 വോൾട്ട് കറണ്ട് കിട്ടുന്നത്. മറ്റേ ഭാഗത്തെ ലൈൻ നമുക്ക് 12 വോൾട്ട് ബാറ്ററിയിലേക്കുള്ള ലൈനാണ് കേട്ടോ. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് എഴുതിയ ഭാഗത്ത് നിന്ന് നമുക്ക് 2 വയർ നമ്മുടെ സോക്കറ്റിൻ്റെ 2 ടെർമിനലായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ലൈൻ നമുക്ക് നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മച്ചന്മാർ നമ്മുടെ നെഗറ്റീവ് വയറാണ് കേട്ടോ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടെർമിനലിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാമേ. അപ്പം മച്ചന്മാർ നമ്മുടെ വയറിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ 2 വയർ നമുക്ക് ബാറ്ററിയിലേക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് നമ്മുടെ ബോർഡിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 മൾട്ടിവുഡിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹൈറ്റ് കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഗമ്മിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. ഇനി നമ്മുടെ ഇൻവെർട്ടർ ബോർഡ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്താം കേട്ടോ. ഇനി നമ്മുടെ ബാറ്ററി പാക്കിലേക്കുള്ള വയറുകളും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് നെഗറ്റീവ് നീലയും പോസിറ്റീവ് റെഡും ആണ് കേട്ടോ. നീല വയർ സെറ്റ് ചെയ്ത് കൊടുക്കാമേ. റെഡ് വയറും സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് ബാറ്ററി ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ കവറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു മൾട്ടിവുഡിന് 4 പീസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലേക്കൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണം നമുക്കിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി 4 സ്ക്രൂ എടുത്തിട്ട് നമുക്ക് 4 മൂലക്കും വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ബോർഡ് സെറ്റാണ് കേട്ടോ. നമുക്ക് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ലെവൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ 12 വോൾട്ട് സപ്ലൈയും കിട്ടും. ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 220 വോൾട്ട് ഈ പ്ലഗിലോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ബാറ്ററിക്ക് ഇത്തിരി ചാർജ് കുറവാണ്. അപ്പോൾ അതിന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് കുത്തി ഒന്ന് പ്ലഗ് ചെയ്ത് ചാർജ് എടുക്കാമേ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ സംഭവം റെഡി ആയിട്ട് ഫുൾ ചാർജ് ആയിരുന്നു കേട്ടോ. നമുക്കത് ഫുള്ള് ബാറ്ററി ഇൻഡിക്കേഷൻ ഫുൾ ചാർജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ. അപ്പോൾ മച്ചന്മാരെ നമുക്കിത് ഒരു 12 വാട്ട്സിൻ്റെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം വയർ വെച്ചിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്തണ കാണാം അവിടെ.
അതുപോലെ തന്നെ ഇതേ ഒരു 40 വാട്ട്സിൻ്റെ ഫിലമെൻറ്റ് ബൾബും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മറ്റേ നമുക്ക് ഇനി നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാട്ടെ. നമുക്കിതിൻ്റെ ബാറ്ററി ഓറഞ്ച് ഇൻഡിക്കേഷൻ കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നമ്മുടെ ഫോണും കൂടി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാട്ടെ. അപ്പോൾ നമുക്ക് ഇതുവരെ ഒന്ന് സ്വിച്ച് ഒന്ന് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് കിടക്കുന്നുണ്ടാ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഈ ബാറ്ററി ചാർജ് നമുക്ക് അധികം ബാക്കപ്പ് അധികം നേരം ഒന്നും കിട്ടൂല കേട്ടോ. നമുക്ക് ബാറ്ററി എന്ന് വെച്ചാൽ അധികം നേരം നമുക്ക് കുറഞ്ഞ ബാറ്ററിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് വർക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യണ ബാറ്ററികളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബാക്കപ്പും കിട്ടും. അതായത് നമുക്ക് യൂസ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് അതേപോലത്തെ ബാറ്ററികളാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ബാറ്ററികൾ നമുക്ക് ഈ പോർട്ടിലേക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് ഇതിൽ കറണ്ട് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ കാറിൽ പോകുമ്പോൾ എവിടെയും നമുക്ക് ചാർജ് ചെയ്യണം എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാറിൽ നിന്നുള്ള ബാറ്ററി 2 ടെർമിനലിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് കറണ്ട് നമ്മുടെ സാധാ ചാർജറോ ഫോണിൻ്റെ ചാർജറോ ലാപ്ടോപ്പ് എന്തുകൊണ്ടെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് LED ബൾബുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സോളാർ 12 വോൾട്ട് സോളാർ പാനൽ ഉണ്ടെങ്കിൽ നമുക്കിത് അതും വെച്ച് നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മച്ചാന്മാരെ നമ്മുടെ ഈ വീട്ടിലിരിക്കണ ഇൻവെർട്ടറിനായിട്ട് താരതമ്യം ചെയ്യരുത്. നമുക്ക് അത്രയും കറണ്ടൊന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ 150 വാട്ട്സാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് കറണ്ട് പോകുമ്പോൾ ഉള്ളൊരു ബാക്കപ്പ് ഇപ്പോൾ വൈഫൈ മോഡമാണെങ്കിൽ തന്നെ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.